ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. ഈ ബിരിയാണിൻ്റെ പേരന്നെ ഒരു പ്രത്യേകത കേട്ടോ, മാഞ്ഞാളി ബിരിയാണി എന്നാണ് കേട്ടോ ഈ ബിരിയാണിക്ക് പറയുക. അപ്പോൾ മക്കളൊക്കെ കളിയാക്കിയിട്ട് പറയും മാഞ്ഞാള ബിരിയാണി എന്ന് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാട്ടോ, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും വലിയ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം കേട്ടോ. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സാധാ ഒരു മസാല പുരട്ടി വെക്കുക കേട്ടോ ചിക്കനിൽ. ചിക്കൻ നല്ല വലിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിക്കണം. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ആ ചിക്കൻ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊരൊറ്റ വിസിലിട്ട, ആകെ ഒരു വിസിൽ മാത്രം മതി. ആ ഒരൊറ്റ വിസിൽ നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളകാണ്. അതായത് നമ്മൾ ഒരൊറ്റ വിസിലടിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആ ചിക്കൻ്റെ പീസൊക്കെ ഓരോന്നായിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ ആ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ചിക്കൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കന് കുക്കറിൽ ഒരുപാട് സമയം 2-3 വിസിലൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരൊറ്റ വിസിൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ചിക്കനൊക്കെ 2 ബാച്ചായിട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ, അതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വലിയ സൈസ് സവാള ആട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ. ഇത് നല്ല വലിയ സൈസ് സവാളയാണ്. നമ്മളിവിടെ 1.5 കിലോ റൈസും 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ സവാളയുടെ നിറമൊക്കെ നല്ല രീതിയിൽ മാറുന്ന വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാനൊരു 4 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സവാളയും തക്കാളിയും നന്നായിട്ട് വെന്തിങ്ങോട്ട് അലിഞ്ഞ് ഇതാവണം കേട്ടോ, അങ്ങനത്തെ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ഇടണം കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പൊക്കെ അവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്.
ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് മല്ലിയില മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില ഇല്ല കേട്ടോ, മല്ലിയില മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ഈ സവാള ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതേ ഒരു രീതിയിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ ദമ്മിടുമ്പോൾ ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കില്ല, അതേപോലത്തെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് സവാള. ഇനി സവാള ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ തക്കോലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റൈസൊക്കെ വേവിക്കുമ്പോൾ ബിരിയാണിക്കായാലും നെയ്ച്ചോറിക്കായാലൊക്കെ റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ആ എണ്ണയിൽ ആദ്യം തന്നെ ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ റൈസിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1.5 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ, 1.5 കിലോ റൈസ്. അപ്പോൾ ഞാൻ അതേ അളവിൽ തന്നെ ഞാൻ ഒരു 2 പാത്രം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത പാത്രത്തിന് ഒരു പാത്രമാണ് റൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പാത്രത്തിന് 2 പാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഈ തിളക്കുന്ന സമയത്ത് നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റൈസ് ഇട്ട പാടെ നമ്മളിങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈസ് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും റൈസ് ഇട്ട് കൊടുത്ത പാടെ തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റൈസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. റൈസിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, മുകളിലായിട്ട് നിൽക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 2 ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളും കൂടി ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ അടുത്ത് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റെങ്കിലും ആവും നമ്മളിതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെ അരിയുടെ ആ ഒരു ഇതും അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്യാരറ്റും പൈനാപ്പിളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 20-25 മിനിറ്റ് ഞാനിത് കുക്കിങ് ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മളെ റൈസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ടല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബിരിയാണി ഇതേ രീതിയിലാട്ടോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബിരിയാണി ഇങ്ങനെ റൈസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പണ്ട് കല്യാണ വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ പ്ലേറ്റിൽ കമിഴ്ത്തി തരില്ലേ, അതേ രീതിയിൽ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുക്കുക.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേ ഒരു രീതിയിലാട്ടോ വരിക. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.